വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് അറിയാമോ, ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീണ ചേച്ചി ഇടിയപ്പെട്ടിട്ടുണ്ടല്ലോ. ശരിയാണ്, ഞാൻ ഇടിയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരുപാട് നാൾക്ക് മുൻപ് അത് നോർമലായിട്ട് നമ്മളെല്ലാവരും ചെയ്യുന്ന രീതിയാണ്. പക്ഷേ ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ഈ പറഞ്ഞ പുതിയ കുട്ടികൾക്കും, അതായത് കല്യാണം കഴിഞ്ഞ് വന്ന കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഈസി റെസിപ്പി. അപ്പോൾ കൈ പൊള്ളാതെ, കൈ വേദനിക്കാതെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഈ റെസിപ്പി ഫോളോ ചെയ്താൽ കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച റെസിപ്പി ഒന്നുമല്ല, ഒരുപാട് പേര് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് റെസിപ്പി കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായ എളുപ്പത്തിൽ ഇടിയപ്പം തയ്യാറാക്കാമെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ വളരെ എളുപ്പത്തിൽ ആർക്കും പുതിയതായിട്ട് കല്യാണം കഴിച്ചു പോകുന്ന കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇടിയപ്പത്തിൻ്റെ. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലോട്ട് നമുക്ക് 1 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടി. ഇപ്പോൾ ഇടിയപ്പത്തിൻ്റെ പൊടി എന്ന് പറഞ്ഞിട്ട് പച്ചവെള്ളത്തിൽ കുഴയ്ക്കുന്ന പൊടി ഇറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ നോർമലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വറുത്ത നൈസ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പൊൻകതിറിൻ്റെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതേസമയം നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രാൻഡാണ് അത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ചിലർ നമ്മുടെ അരി വെള്ളത്തിലിട്ടതിന് ശേഷം അരച്ചെടുക്കാറുണ്ട്. ആ അരച്ചെടുത്തിരിക്കുന്ന മാവും ഇതിലോട്ട് ഒഴിക്കാവുന്നതേ ഉള്ളൂ. ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം, അതല്ലെങ്കിൽ വെറുതെ വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ ജാൻ്റെ അമ്മയുടെ സ്പെഷ്യലായി തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ താല്പര്യമില്ലെങ്കിൽ വെറും പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ തേങ്ങാപ്പാൽ ആണെങ്കിൽ 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ബാക്കി 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഏതാണ് നിങ്ങളുടെ ഇഷ്ടം അതനുസരിച്ച് ചെയ്തോളൂ. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇത് ഒരു ബോക്സ് തേങ്ങയിൽ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം അടിച്ചെടുത്ത് അരിച്ച് വെച്ചിരിക്കുന്ന 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലെ കട്ടകളൊക്കെ ഒന്ന് ഒഴിവാക്കാം. 1 ഗ്ലാസ് ഒഴിച്ചാൽ കട്ടകളൊന്നും ഒഴിവാവില്ല. അതുകൊണ്ട് വീണ്ടും 1 ഗ്ലാസ് സാധാരണ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലാസ് മൊത്തത്തിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കട്ടകളൊന്നും ഇല്ല. അതിനുശേഷം വീണ്ടും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മൊത്തം 3 ഗ്ലാസ്. 1 ഗ്ലാസ് തേങ്ങാപ്പാൽ, 2 ഗ്ലാസ് വെള്ളം. നിങ്ങൾക്ക് തേങ്ങാപ്പാൽ വേണ്ടാന്നുണ്ടെങ്കിൽ 3 ഗ്ലാസ് വെള്ളം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ഓയിലാണ്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏത് ഓയിലാണ് നിങ്ങൾക്ക് ഇഷ്ടം ആ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ലോ ഫ്ലെയിമിൽ തീ വയ്ക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിങ്ങനെ കുറുക്കിയെടുക്കണം. ഇതിങ്ങനെ ഈ വെള്ളമെല്ലാം വറ്റി നല്ല തിക്കായി വിട്ട് വരുന്ന ഒരു പരുവുണ്ടല്ലോ, ആ സമയം വരെ ഇതങ്ങ് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഇളക്കിയിട്ടില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ ഭാഗം ഇങ്ങനെ പിടിക്കും, ശരിയായിട്ട് വരില്ല. ഇത് പെട്ടെന്ന് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇളക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും, പക്ഷേ ഈ മാവ് കുക്കായി കിട്ടില്ല. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കുട്ടി പറഞ്ഞു തന്നതാണ്. ഒരുപാട് യൂട്യൂബിൽ വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നു, ഞാൻ നോക്കിയിട്ടില്ല. ആ കുട്ടി എന്നോട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞപ്പോഴാണ് ഞാനിത് ചെയ്ത് നോക്കിയത്. നല്ല സൂപ്പറായി ഈസിയായി കിട്ടി. അതിൻ്റെ കാരണം എനിക്ക് ഫീൽ ചെയ്തെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ ചില കുട്ടികൾ നമ്മളിപ്പോൾ എത്ര പറഞ്ഞു കൊടുത്താൽ ഓരോ ബ്രാൻഡ് പൊടിയുടെ അനുസരിച്ച് നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പോൾ ഓരോ ബ്രാൻഡ് വാങ്ങിക്കുമ്പോൾ അവർക്ക് സംശയമാണ്, ചേച്ചി 1 കപ്പിന് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കണോ, 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണോ, സംശയം പറഞ്ഞു കൊടുത്ത് എനിക്കും മതിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണെങ്കിൽ പിന്നെ ഏത് ബ്രാൻഡ് പൊടിയാണെങ്കിലും സെയിം മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അങ്ങനെ കൺഫ്യൂഷനും ഇല്ല, കൈ പൊള്ളേണ്ട ആവശ്യമില്ല, ടെൻഷനും ഇല്ല. ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങൾ ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഇപ്പോഴും അറിയാത്ത കുറച്ച് പേരെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് ഈ പറഞ്ഞ പോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. വെള്ളമൊക്കെ മാറി നന്നായിട്ട് തിക്കായി വരുന്നൊരവസ്ഥ വരെ നമ്മളിത് ചെയ്തുകൊണ്ടേയിരിക്കുക കേട്ടോ. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ തേങ്ങാപ്പാലൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചേച്ചി പറയണതിൻ്റെ ആ ഒരു ടേസ്റ്റ്. നോർമൽ വെള്ളത്തിലുണ്ടാക്കിയ ടേസ്റ്റ് ഇല്ല എന്നല്ല, പക്ഷേ തേങ്ങാപ്പാൽ ഉണ്ടാക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് നിങ്ങൾ വിചാരിക്കും തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകുന്നു. നമ്മൾ കട്ടി തേങ്ങാപ്പാലല്ല ഒഴിക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ വീണ്ടും നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് പിരിയുന്ന പ്രശ്നം ഇല്ല കേട്ടോ. ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കണ്ട ഓവറായിട്ട് നൈസ് സോഫ്റ്റ് ആവാൻ പാടില്ല. നമ്മൾ തൊടുമ്പോൾ കയ്യിലോട്ട് വരാൻ പാടില്ല. പിന്നെ ഇത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. ഒരു 10-15 മിനിറ്റോളം ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ തുറന്ന് വെച്ചാൽ മതി, അടച്ച് വെക്കണ്ട കേട്ടോ. നിങ്ങൾ നോക്കുമ്പോൾ ഇതുപോലെ വിട്ട് വരണം, അത്ര നോക്കിയാൽ മതി. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം, അത് ഒരുപാട് ചൂടാറില്ല, ചെറിയ ചൂടുള്ള സമയത്ത് നമുക്ക് പ്രസ് ചെയ്തെടുക്കണം. വെന്തിട്ടില്ലെങ്കിൽ നന്നായിട്ട് വരില്ല കേട്ടോ. ഓവർ സോഫ്റ്റ് ആയി കഴിഞ്ഞാലും പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല. അത് എപ്പോഴും ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതെങ്ങനെ സംഭവം എന്ന്. നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചൂടാറുന്ന സമയം കൊണ്ട് അടുത്ത ബാച്ചും ഉണ്ടാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പിന്നെ അപ്പം ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നോക്കിയേ, തൊടുമ്പോൾ കയ്യിൽ ഒന്നും വരുന്നില്ല. അതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതങ്ങ് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവിൻ്റെ ചൂട്
ആറിയിട്ടുണ്ട്. ചെറിയ ചൂടുണ്ട്, ചെറിയൊരു നൈസ് ചൂടുണ്ട്, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ പ്രസ് എടുക്കാം. നിങ്ങളുടെ ഏത് പ്രസ്സാണോ ആ പ്രസ് എടുക്കാം. ഇതിലോട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. അത് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് കുത്തി നിറയ്ക്കരുത് കേട്ടോ. അതിനൊരു സ്പേസ് കൊടുക്കണം, ഇത്ര മതി. ബാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ പ്രസ് അടച്ചു കൊടുക്കാം. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ ഈ പ്രസ്. എനിക്കിത് ഭയങ്കര കംഫർട്ടബിളാണിത്. എനിക്ക് മറ്റേത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എൻ്റെ കൈയൊക്കെ ഭയങ്കര വേദന എടുക്കും. ഇതിപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട്. ഒരു ഏരോ ഉണ്ട്, ആ ഏരോൻ്റെ ഇതിലോട്ടങ്ങ്, അതായത് ഇവിടെ ഒരു കട്ട് കണ്ട, അത് ഇതിലോട്ട് ഫേസ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് സുഖമായിട്ട് എടുക്കാം. ഇഡ്ഡലിത്തട്ടിലും വെക്കാം, അല്ലെങ്കിൽ ഒരു പ്ലേറ്റിൽ ഒരു വാഴയില വെച്ചിട്ട് അതിൽ വെച്ചിട്ട് വലുതാക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. എപ്പോഴും ഇഡ്ഡലിത്തട്ട് എടുക്കുമ്പോൾ ലാസ്റ്റത്തെ ഒരു തട്ടിലും വെക്കണ്ട കേട്ടോ, കാരണം വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ലാസ്റ്റത്തെ തട്ടിൽ, അത് ഏറ്റവും താഴത്തെ തട്ടിൽ ഞാൻ വെക്കാറില്ല, ഈ മുകളിലത്തെ തട്ടിൽ വെക്കാറുള്ളൂ. അപ്പോൾ നമുക്കിതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സ്റ്റീലിൻ്റെ തട്ടായതുകൊണ്ട് ഞാനൊരു അല്പം വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. അതേസമയം നോൺ സ്റ്റിക്കിൻ്റെ തട്ടിലാണെങ്കിൽ വെളിച്ചെണ്ണ തടവേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതിൽ ഓരോന്നിലും പിഴിഞ്ഞു കൊടുക്കാം. വളരെ എളുപ്പമായിട്ട്, എന്താ പറയുക, ഇത് കുഞ്ഞുവായ്ക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഇടിയപ്പമാണിത്. പിന്നെ തെക്കോട്ട് പോകുന്തോറും ഇടിയപ്പത്തിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങ അവർ വെക്കാറുണ്ട്. പക്ഷെ നമ്മൾ തൃശ്ശൂരുകാർ വെക്കാറില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് തേങ്ങ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഇട്ടോളൂ. വളരെ സ്മൂത്തായിട്ടുള്ള വായലിട്ട് അലിഞ്ഞു പോകുന്ന ഇടിയപ്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ സാധാരണ ഇടിയപ്പം വെക്കുന്ന പോലെ 10 മിനിറ്റ് ഇത് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് ഒക്കെ കുക്ക് ചെയ്താൽ തന്നെ ഇത് കറക്റ്റായിട്ട് കുക്കായിക്കുള്ളൂ. ഇത് ഓൾറെഡി നന്നായി കുക്ക് ചെയ്ത മാവാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് 10 മിനിറ്റ് ഒന്നും ചെയ്യണ്ട. 10 മിനിറ്റ് ചെയ്ത് ഓവർ കുക്കായി പോവും. അപ്പം നന്നായി ഉണ്ടാവില്ല, അതൊന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ഇനി ഇതങ്ങ് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും ഇടിയപ്പം അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിൽ ഒരുപാടങ്ങ് വെള്ളം ഒഴിക്കാൻ പാടില്ല. ചില കുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരുപാടങ്ങ് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ഇടിയപ്പത്തിലേക്കും വെള്ളം കയറും, ഇഡ്ഡലിക്കും വെള്ളം കയറും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെള്ളം ഒരുപാട് ഒഴിക്കാൻ പാടില്ല. അതേപോലെ തന്നെ താഴത്തെ തട്ട് നമ്മൾ ഒഴിവാക്കുക മാക്സിമം, അതിൽ ഇടണ്ട. അപ്പം നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇറക്കി വെക്കാം. 5 മിനിറ്റ് ഞാൻ ഹൈ ഫ്ലെയിമിലാണ് തീ വെച്ചിരിക്കുന്നത് കേട്ടോ. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ കൈ പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഇന്ന് തൊട്ട് നോക്കുമ്പോൾ കയ്യിൽ ഒട്ടി പിടിക്കില്ല, അല്ലെങ്കിൽ ഒട്ടി പിടിക്കില്ലായിരുന്നു. 5 മിനിറ്റ് മതി ഇതിന്, ഈ ഇടിയപ്പത്തിന് കേട്ടോ. നോർമലായിട്ട് ഉണ്ടാക്കുന്ന ഇടിയപ്പത്തിന് 8 മുതൽ 10 മിനിറ്റ് വരെ വേണ്ടി വരും. നമുക്കിത് എടുക്കാം. നമുക്ക് ഇലയിലോട്ടോ പ്ലേറ്റിലോട്ടോ മാറ്റാം. വെറുതെ അങ്ങനെ കുടഞ്ഞാൽ മതി, കാരണം നമ്മളതിൽ ചെറുതായിട്ട് വെളിച്ചെണ്ണ പറ്റിയിട്ടുണ്ടായിരുന്നു. എപ്പടി സൂപ്പർ അല്ല? ഇങ്ങനെ തന്നെയാണ് എല്ലാം ഉണ്ടാക്കിയെടുക്കേണ്ടത് കേട്ടോ. ഞാൻ ഒരു വലുത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണിച്ചു തരാമേ. ഓക്കെ, ഇനി രണ്ടാമത്തെ രീതി എങ്ങനെയാണെന്ന് അറിയാമോ? വലുതായിട്ട് നിങ്ങൾക്ക് ഇടിയപ്പം ഉണ്ടാക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കടായി എടുക്കുക. അടപ്പ്, ഇതിന് അടപ്പുണ്ടെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു അടപ്പുള്ള കടായിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് വെള്ളം ഒഴിക്കാനേ പാടുള്ളൂ. പിന്നെ ഇതിൽ ഒരു പാത്രം വെക്കുകയാണെങ്കിൽ ഈ പാത്രം ഇങ്ങനെ കിടുകിടുകിടുകിടു സൗണ്ട് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ വെയിറ്റ് വെക്കുന്നത്. അതിനാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഒരു സ്റ്റീലിൻ്റെ കുഞ്ഞി ഡവറ പോലത്തെ സാധനത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചെറിയ പ്ലേറ്റ് ഉണ്ടെങ്കിൽ ചെറിയ പ്ലേറ്റ് ഇങ്ങനത്തെ ഒരു ഉണ്ട്, അത് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ അതിന് പകരമായിട്ട് സാധാരണ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്താൽ മതി. ഇതിൽ ഇല വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷേ സാധാരണ പ്ലേറ്റ് ആണെങ്കിൽ ഒരു ഇലയോ അല്ലെങ്കിൽ ഇല വെക്കണമെന്നില്ല, പ്ലേറ്റിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്താൽ മതി. ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇതിലോട്ട് നമ്മുടെ ഇടിയപ്പം പിഴിയാം. നല്ല ഭംഗിയിൽ ഹോട്ടലൊക്കെ കിട്ടുന്ന പോലെ നല്ല ഇടിയപ്പം കിട്ടും. ഇതാണ് നമ്മുടെ. എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ ഇടിയപ്പം ചേച്ചി ഉണ്ടാക്കിയതാണോ അത് പുറത്തുനിന്ന് വാങ്ങിച്ചതാണോ? ഇത് ചേച്ചി ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. ഇതിൽ വെള്ളം തിളച്ചതിന് ശേഷം മാത്രം അടച്ചു വെച്ചാൽ മതി. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നമുക്കിത് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിൽ നിന്ന് എടുക്കാം, പാത്രത്തിലോട്ട് അങ്ങ് തട്ടാം. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു 3 പേർക്ക് ഉള്ള ഇടിയപ്പമാണ് കേട്ടോ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ ഓരോരുത്തർ കഴിക്കുന്ന അളവനുസരിച്ച് മാറ്റം വരും. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല പൂ പോലുള്ള ഈസി ആയിട്ടുള്ള ഇടിയപ്പം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം പറയാനും മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്
മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. ഇനിയിപ്പോ മുട്ടക്കറി ഒന്നും വേണ്ട. ശരി. എന്നിട്ട് ഇപ്പൊ ഇത് തേങ്ങാപ്പാലും സാമ്പാറുമോ ഇടിയപ്പത്തിന്റെ കൂടെയാ? തേങ്ങാപ്പാലും സാമ്പാറും ഇത്തിരി പഞ്ചസാരയും വെതറിയായിരുന്നു. എനിക്ക് തേങ്ങാപ്പാലും പഞ്ചസാരയും ഭയങ്കര ഇഷ്ടമാണ്. തേങ്ങാപ്പാലും പഞ്ചസാരയും പെട്ടെന്ന് മടുക്കും. മധുരമുള്ള എന്തും പെട്ടെന്ന്. ഇവിടെ സാമ്പാർ ഇത്തിരി അച്ചാറ് കിണങ്ങില്ല. കുഴക്കുന്ന ആൾക്കാർക്ക് എന്നെ ഇടിയപ്പം സൂപ്പർ അല്ലേ? ഇപ്പൊ പൂ പോലെയല്ല, ഇപ്പൊ വെണ്ണ പോലെ അതിലിട്ട് അലിഞ്ഞു പോകണം. അപ്പൊ എന്തായാലും ജാൻ ചേട്ടന് ഇവിടെ സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. നിങ്ങൾ തയ്യാറാക്കി നോക്കുക, അഭിപ്രായം പറയാം കേട്ടോ. താങ്ക് യു ചേട്ടാ.